ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർട്ടി ടിക്കറ്റിനും ചിഹ്നത്തിനും വേണ്ടി നേതാക്കന്മാർ നടത്തുന്ന നെട്ടോട്ടങ്ങൾ നമ്മൾ കാണാറുള്ളതാണ്. പാർട്ടി പറയുന്നത് എവിടെ വേണമെങ്കിലും ഒപ്പിട്ട് നൽകാനും എന്ത് പണി പറഞ്ഞാലും കണ്ണടച്ച് ചെയ്യാനും ഇവർ തയ്യാറാകും. എന്നാൽ ജയിച്ചു കഴിഞ്ഞാലോ? പണത്തിന്റെയും സ്ഥാനമാനങ്ങളുടെയും പിന്നാലെ പോയി ജനവിധിയെ പരസ്യമായി വഞ്ചിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിക്കുന്നത്. ഇത്തരം കൂറുമാറ്റക്കാർക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് തന്നെ വലിയ ഭീഷണിയാണ്. അധികാരത്തിന് വേണ്ടി നടത്തുന്ന ഇത്തരം കുതിരക്കച്ചവടങ്ങളും ജനാധിപത്യ ധ്വംസനങ്ങളും രാജ്യത്തെ വലിയ അപകടത്തിലേക്കാണ് നയിക്കുന്നത്. എന്നാൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ സുപ്രീം കോടതിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുക എന്നത് മാത്രമാണ് ഏക പ്രതീക്ഷ. അതാണിപ്പോൾ പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിലും കേന്ദ്ര ഭരണകേന്ദ്രങ്ങളിലും നമ്മൾ കാണുന്നത്. തൃണമൂൽ കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിച്ചു ജയിച്ച 20 MP-മാർ പിന്നീട് പാർട്ടി വിടുകയും നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യ NCPI എന്ന പേരിൽ തട്ടിക്കൂട്ടിയ പുതിയ പാർട്ടി ഉണ്ടാക്കി BJP പാളയത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. തങ്ങളെ ജയിപ്പിച്ച പാർട്ടിയെ വഞ്ചിച്ച് കൂറുമാറിയ ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് TMC നേതാവ് അഭിഷേക് ബാനർജി നൽകിയ ഹർജിയിൽ സ്പീക്കർ മാസങ്ങളോളം ഒരു തീരുമാനവും എടുക്കാതെ നീട്ടിക്കൊണ്ടുപോയി. ഈ സാഹചര്യത്തിലാണ് വിഷയം സുപ്രീം കോടതിയുടെ മുന്നിലെത്തുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മാല്യ ബാഗ്ചി, ജസ്റ്റിസ് V മോഹന എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ നിർണായക കേസ് പരിഗണിക്കുന്നത്. തെറ്റിപ്പിരിഞ്ഞ MP-മാർ ലോക്സഭയിൽ പ്രത്യേക ഗ്രൂപ്പായി അംഗീകരിക്കണമെന്ന് വിമത വിഭാഗം ആവശ്യപ്പെടുകയും കഴിഞ്ഞ മൺസൂൺ സമ്മേളനത്തിൽ ഇവർക്ക് സഭയിൽ പ്രത്യേക സീറ്റുകൾ അനുവദിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ തൃണമൂൽ കോൺഗ്രസിനെ പൊളിക്കാൻ BJP ഉണ്ടാക്കിയ പുതിയ പാർട്ടിയും അതിലെ പണം കണ്ടാൽ കണ്ണ് മഞ്ഞളിക്കുന്ന കുറച്ച് MP-മാരും ചേർന്നു ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ നോക്കിയപ്പോൾ തക്ക സമയത്താണ് ഇപ്പോൾ സുപ്രീം കോടതി രംഗത്ത് വന്നിരിക്കുന്നത്. 7 ദിവസം കൊണ്ട് മറുപടി നൽകാൻ അവരുടെ കയ്യിലുള്ള ന്യായങ്ങൾ ജനാധിപത്യത്തെ തകർക്കാനുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. അത് സുപ്രീം കോടതിക്കും ബോധ്യപ്പെട്ടാൽ 20 MP-മാർ അയോഗ്യരാകും എന്നുറപ്പാണ്. കേസിന്റെ വാദത്തിനിടെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിരീക്ഷണങ്ങളും നിലപാടും കണ്ട് ഭയന്ന ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഒടുവിൽ ആ 20 വിമത MP-മാർക്കും അടിയന്തരമായി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. 1985-ലെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരവും ഭരണഘടനയുടെ 10-ാം ഷെഡ്യൂൾ പ്രകാരവും എന്തുകൊണ്ട് ഇവരെ സഭയിൽ നിന്ന് അയോഗ്യരാക്കിക്കൂടാ എന്ന് ചോദിച്ച് 7 ദിവസത്തിനകം മറുപടി നൽകാനാണ് സ്പീക്കർ ഉത്തരവിട്ടിരിക്കുന്നത്. വിമതർക്ക് സ്പീക്കർ നോട്ടീസ് നൽകിയിരുന്നുവെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീം കോടതിയെ അറിയിച്ച അതേ ദിവസമാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് വിമതർക്ക് നോട്ടീസ് നൽകിയത്. TMC ദേശീയ ജനറൽ സെക്രട്ടറിയും പാർട്ടി ലോക്സഭാ നേതാവുമായ അഭിഷേക് ബാനർജി സമർപ്പിച്ച അയോഗ്യതാ ഹർജിയിൽ 2 മാസമായിട്ടും സ്പീക്കർ നടപടിയെടുത്തിരുന്നില്ല. ജൂണിലാണ് ഹർജി നൽകിയിരുന്നത്. കഗോലി ഘോഷ്, ദസ്തിദാർ, സുദീപ് ബന്ദ്യോപാധ്യായ, ശതാബ്ദി റോയ്, പ്രസൂൺ ബാനർജി, രചന ബാനർജി, ജഗദീഷ് ചന്ദ്ര വർമ്മ ബസൂനിയ, പാർത്ഥ ഭൗമിക്, അരൂപ് ചക്രവർത്തി, അധികാരി ഭൗമിക്, അധികാരി ഭൗമത് ചക്രവർത്തി, അബു താഹിർ ഖാൻ, കലിപദ സരൺ ഗേത്വാൽ, അസിത് കുമാർ മാൽ, ജൂൺ മാലിയ, മിതാലി ബാഗ്, ഖലീലുർ റഹ്മാൻ, മാല റോയ്, ഷർമിള സർക്കാർ, യൂസഫ് പത്താൻ എന്നിവർക്കാണ് നോട്ടീസ്. TMC ടിക്കറ്റിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഈ MP-മാർ പാർട്ടി വിട്ട് NCPI-യിൽ ചേർന്നതാണെന്നും കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അവരെ അയോഗ്യരാക്കണമെന്നും അഭിഷേക് ബാനർജി ആവശ്യപ്പെട്ടിരുന്നു. പാർട്ടി ടിക്കറ്റിലും ചിഹ്നത്തിലും വിജയിച്ച ശേഷം മറ്റൊരു രാഷ്ട്രീയ സംഘടനയിൽ ചേരുന്നത് TMC അംഗത്വം സ്വമേധയാ ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ്. ഇത് ഭരണഘടനയുടെ 10-ാം ഷെഡ്യൂൾ പ്രകാരം കൂറുമാറ്റമാണെന്നും ഹർജി പറയുന്നു. എന്നാൽ ഇതിനിടയിലാണ് ഈ നാടകീയ സംഭവ വികാസങ്ങൾക്ക് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. അയോഗ്യതാ നടപടികളും സുപ്രീം കോടതിയുടെ കടുത്ത നിലപാടും വന്നതോടെ കൂറുമാറിയ വിമത MP-മാരുടെ പക്ഷത്ത് വലിയ രീതിയിലുള്ള വിള്ളലുകൾ വീണു കഴിഞ്ഞു. വിമത ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിരുന്ന ഒരു MLA കഴിഞ്ഞ ദിവസം കൂറുമാറ്റ നീക്കത്തിൽ നിന്നും പിന്മാറി തൃണമൂൽ കോൺഗ്രസിലേക്ക് തന്നെ തിരികെ എത്തിയിരുന്നു. TMC MLA കാസിം സിദ്ദിഖി മമതയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തി. TMC MLA കാസിം സിദ്ദിഖിയാണ് മമതയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തിയത്. മാതൃ പാർട്ടിയിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹം നടത്തിയത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്. മറുപക്ഷത്ത് നിന്നുള്ള ഭീമമായ പണവാഗ്ദാനങ്ങളിലും അധികാരമോഹങ്ങളിലും വീണുപോയാണ് തങ്ങളടക്കമുള്ളവർ ഈ അബദ്ധത്തിൽ ചെന്നു ചാടിയതെന്നും എന്നാൽ ഇത് വോട്ടർമാരോടും തങ്ങളെ ജയിപ്പിച്ച പ്രസ്ഥാനത്തോടും ചെയ്യുന്ന അനീതിയാണെന്ന് വൈകിയാണ് തിരിച്ചറിഞ്ഞതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു.
BJPയുടെ ഭരണതന്ത്രങ്ങൾക്ക് വേണ്ടി തങ്ങളെ വെറുമൊരു കരുവാക്കുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടതുകൊണ്ടാണ് താൻ തിരികെ എത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ഒരു അപ്രതീക്ഷിത മടങ്ങിവരവും വെളിപ്പെടുത്തലും വിമതരുടെ വാദങ്ങളെയും അവരുടെ രാഷ്ട്രീയ നീക്കങ്ങളെയും പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. ജനവിധിയെ പണം കൊടുത്തു വാങ്ങാമെന്ന് കരുതുന്നവർക്ക് സുപ്രീം കോടതിയുടെ ഈ ഇടപെടലിലൂടെ ചരിത്രപരമായ തിരിച്ചടി കിട്ടുമോ എന്ന് തന്നെയാണ് ഇനി കണ്ടറിയേണ്ടത്. അത് മാത്രമല്ല, ഈ വിമത MP-മാരുടെ പിന്തുണ കൊതിച്ചിരുന്ന BJPക്കെതിരെ ഇതേ MP-മാർ നിലപാടെടുത്തതും വാർത്തകളിൽ ഇടം പിടിച്ചു. കേവല ഭൂരിപക്ഷം പോലും സ്വന്തമായില്ലാതെ സഭയിൽ ബില്ലുകൾ പാസാക്കിയെടുക്കാൻ പ്രതിപക്ഷത്തിന്റെ കാല് പിടിക്കേണ്ട അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് തൃണമൂലിലെ ഈ കൂറുമാറ്റം കണ്ട് BJPയുടെ കണ്ണു മഞ്ഞളിക്കുന്നത്. പക്ഷേ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ വിമത MP-മാരിൽ പ്രധാനികളായ അബൂ താഹിർ ഖാൻ, ഖലീലുർ റഹ്മാൻ, യൂസഫ് പത്താൻ എന്നീ 3 MP-മാർ തങ്ങൾ BJPക്കൊപ്പമോ NDAക്കൊപ്പമോ ഇല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് സഭയെ ഞെട്ടിച്ചു കളഞ്ഞു. ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സാക്കണമെങ്കിൽ സഭയിൽ ഹാജരാകുന്നവരുടെ 2/3 ഭൂരിപക്ഷം വേണം. അതായത് 540 MP-മാർ ഹാജരായാൽ 360 പേരുടെ പിന്തുണ വേണം. നിലവിൽ NDAക്കുള്ളത് കേവലം 324 MP-മാർ മാത്രമാണ്. തമിഴ്നാടിന് ദോഷമില്ലെങ്കിൽ പിന്തുണയ്ക്കാമെന്ന് സൂചന നൽകിയ 22 MP-മാരുള്ള DMKയെ അമിത്ഷായും കൂട്ടരും കൂടെ കൂട്ടിയാൽ പോലും BJPക്ക് 14 വോട്ടുകളുടെ കുറവുണ്ട്. ഇനി DMK വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നാൽ പോലും 21 വോട്ടുകളുടെ കുറവ് വരും. കഴിഞ്ഞ ഏപ്രിലിൽ സഭയിൽ ബിൽ അവതരിപ്പിച്ച് ദയനീയമായി പരാജയപ്പെട്ടതിന്റെ ക്ഷീണം നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഇനിയും മാറിയിട്ടില്ല. ചെറു പാർട്ടികളെ ചാക്കിട്ടു പിടിച്ചും വോട്ടെടുപ്പിൽ ക്രമക്കേടുകൾ കാണിച്ചും അട്ടിമറി വിജയം നേടാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് തന്ത്രങ്ങൾ മെനയുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ BJPയുടെ കൈവിട്ടു പോകുകയാണ്. അബ് കി ബാർ 400 പാർ എന്ന് അഹങ്കാരത്തോടെ മുദ്രാവാക്യം വിളിച്ച BJPയെ ഭരണഘടന കയ്യിലേന്തി പ്രതിരോധിച്ച രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും വമ്പൻ വിജയമാണ് നമ്മൾ ഇന്ന് പാർലമെന്റിൽ കാണുന്നത്. കേവല ഭൂരിപക്ഷം പോലും നേടാനാകാതെ ചെറു കക്ഷികളുടെ ദയയിൽ നിന്ന് ഭരണം നടത്തുന്ന മോദി സർക്കാരിന് സഭയിൽ ഒരടി മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ. പ്രതിപക്ഷത്തെ ഒന്നിച്ച് നേരിടാൻ ശക്തിയില്ലാതെ കാലുപിടിച്ചും അധിക്ഷേപിച്ചും മുന്നോട്ട് പോകുന്ന BJPയുടെ ഈ പതനം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വലിയൊരു തിരിച്ചുവരവ് തന്നെയാണ്.